ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ മെറീന മിറാക്കിൾ കാണാൻ വന്നേക്കുകയാണ്. ലെറ്റ്സ് ഗോ. മൈ ബ്രദർ ഏതൻ, അവനും ഉണ്ട് നമ്മുടെ കൂടെ. ലെറ്റ്സ് ഗോ. അകത്തേക്ക് കയറാൻ പോവാണ്. ഇതാണ് മെറീന എൻട്രൻസ്. തന്നെ ഞാൻ ചെന്നപ്പോൾ ഒട്ടകപക്ഷീനാണ് ഞാൻ കണ്ടത്. ഒട്ടകപക്ഷി നല്ല വലുതാണ്. മിനിയൂട്ടിയിൽ പോയപ്പോൾ ഞങ്ങളൊരു ഒട്ടകപ്പക്ഷിനെ കണ്ടായിരുന്നു. അതിനെക്കാട്ടിലും വളരെ വളരെ വലുതായിരുന്നു ഇത്. 2 എണ്ണം ഉണ്ടായിരുന്നു. അപ്പോൾ ഗായ്സ്, ഇവിടെ ഒരു ഓന്തൊക്കെ ഉണ്ട്. ഇവിടെ ഏതാണ്ട് ഒരു പക്ഷി ഉണ്ട് കേട്ടോ. നമ്മുടെ മക്കാവുമാണ്. നിറച്ച് മരങ്ങളാണ്. ഇവിടെ പക്ഷികളൊക്കെ പറത്തി വിട്ടേക്കാണ്. ഇവിടെ നല്ല രസമുണ്ട് കാണാൻ. ഇവിടെ നിറച്ച് മരങ്ങളാണ്. ഇതവിടെയൊക്കെ പാമ്പൊക്കെ ഉണ്ട് കേട്ടോ. എൻ്റെ അനിയന് പറഞ്ഞു വേണ്ട വേണ്ടെന്ന്. ആ ചേട്ടൻ വീണ്ടും ഇങ്ങനെ നിർമ്മിച്ചോണ്ടിരിക്കുകയാണ്. അവൻ എന്നിട്ടും പഠിച്ചോടി. അച്ഛനൊക്കെ പറയുന്നുണ്ടായിരുന്നു നീ മേടിച്ചൊരു കുഴപ്പമില്ല എന്നൊക്കെ. എന്നാലും അവൻ മേടിക്കുന്നില്ല. അപ്പോൾ അവനും ഞാനും പേടിച്ചോടി. പിന്നെ നമ്മൾ കിടക്കാൻ പോകുന്ന അക്വേറിയത്തിലേക്കാണ്. അക്വേറിയത്തിൽ നമ്മൾ പോവാണ്. അവിടെ എന്തോ ഉള്ളതെന്ന് അവിടെ കണ്ടറിയാം. എൻ്റെ അച്ചാച്ചനും അനിയനും ഉണ്ട്. അപ്പം നമുക്ക് പോവാട്ടോ. നമ്മൾ കയറാൻ പോകുകയാണ്. വെറൈറ്റി മീനുകളാണ്. ആദ്യം തന്നെ നമ്മൾ കണ്ടൊരു പല കളറിലുള്ള മീനുകളാണ്. നല്ല കളറുണ്ട് അതിനെ കാണാനൊക്കെ. ഞങ്ങൾ അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. വേറെ മീനുകളെ കാണാൻ നമ്മൾ പോകുകയാണ്. ഞാനൊന്ന് ഹായൊക്കെ കാണിക്കുന്നുണ്ട്. ഇതാ നമ്മൾ വെറൈറ്റി മീനുകളെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇത്ര വലിയ അക്വേറിയം കണ്ടിട്ടില്ല. മീനുകളും ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ അതിൻ്റെ മുമ്പിൽ തന്നെ വേറൊരു മീനുണ്ടായിരുന്നു. അതിൻ്റെ മഞ്ഞ കളറാണ്. അക്വേറിയമൊക്കെ നല്ല സൂപ്പറായിരുന്നു. പിന്നെ നമ്മളൊരു കണ്ടത് ഒരു ഷാർക്ക് പോലത്തൊരു മീനാണ്. ഷാർക്കിൻ്റെ കളർ ബ്ലൂ ആയതുകൊണ്ട് ആ അക്വേറിയത്തിനും ബ്ലൂ ഇതാണ് കൊടുത്തേക്കുന്നത്. നല്ല രസമുണ്ട്. നമ്മൾ അടുത്തതായിട്ട് കാണാൻ പോകുന്നത് ഒരു വെള്ള കളർ മീനാണ്. വെള്ള കളർ മീൻ നല്ല രസമുണ്ട്. ആ അക്വേറിയത്തിനനുസരിച്ച് ആ മീനനുസരിച്ച് അക്വേറിയത്തിൻ്റെ ഇതൊക്കെ കൊടുത്തേക്കാണ്. പിന്നെ നമ്മൾ കാണാൻ പോയത് ഒരു മഞ്ഞ കളറും ബ്ലാക്ക് കളറും കൂട്ടിയൊരു മീനായിരുന്നു. കഴിഞ്ഞിട്ട് ഞങ്ങൾ വലിയൊരു അക്വേറിയം ഉണ്ടായിരുന്നു. അതിൽ പോയി. പിന്നെ അതിൻ്റെ മീനിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെയാണ് പോയത്. നല്ല രസമുള്ള മീനാണ്. പിന്നെ അമ്മമ്മ ആയിട്ടൊരു മീൻ പോയത്. അതിൽ ഞാനും അമ്മമ്മയൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞാനും അമ്മയും ഏതിനൊക്കെ കൂടിയിട്ട് പിന്നെ ഞാനും ഏതിനും ഒരു ഫോട്ടോ എടുത്തു. അങ്ങനെ പല കളറുള്ള മീനൊക്കെയാണ്. ഇത്ര വലിയ ഇതാണെന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. ഞാൻ വിചാരിച്ചതിനേക്കാളും കൂടുതലായിരുന്നു ഇത്. നല്ല സൂപ്പറായിട്ടുണ്ട്. ഇങ്ങനെ കറങ്ങുന്നൊക്കെ ഉണ്ട്. ഞാൻ വീണ്ടും ഉള്ളിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ട് മത്സ്യകന്യനെ കാണുന്നത് ഓടുന്നതൊക്കെ. ഞാൻ മത്സ്യകന്യയെ കാണാൻ തന്നെയാണ് ഈ അക്വേറിയത്തിലൊക്കെ. മത്സ്യകന്യ എനിക്ക് ടാറ്റയൊക്കെ തന്ന് നിങ്ങൾക്ക് കാണാൻ മുകളിലൊക്കെ പോയത് കണ്ടോ. ആ സൈഡിലേക്ക് വരുന്നത് ഞാൻ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പം അതിൽ എനിക്ക് കൈയൊക്കെ തന്ന് മുകളിലോട്ട് പോയി കേട്ടോ എനിക്ക് കൈ തരുന്നത്. പിന്നെ എൻ്റെ അനിയനെ അവിടെ നിന്ന് വിളിക്കുകയായിരുന്നു. നല്ല രസമുണ്ട് മത്സ്യകന്യനെ കാണാൻ. ഇങ്ങനെ ഉമ്മയൊക്കെ തരുന്നുണ്ട്. ഞാൻ ഉമ്മ എടുത്തിട്ടാണ് മത്സ്യകന്യ എനിക്ക് ഉമ്മ തരുന്നത്. മത്സ്യകന്യ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. മുകളിട്ടും താട്ടൊക്കെ വരുന്നുണ്ടായിരുന്നു. അവിടെ കുറേ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു മത്സ്യകന്യനെ കാണാനായിട്ട്. ഞങ്ങൾ മത്സ്യകന്യ മേലോട്ട് പോയ അവൻ്റെ ഡ്രസ്സൊക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ഡ്രസ്സ് മുകളിട്ട് പോകുമ്പോൾ ഡ്രസ്സ് നോക്കിയിരിക്കുകയായിരുന്നു. അപ്പം എല്ലാവരും വന്ന് ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാനും എൻ്റെ അനിയനും ഐസ്ക്രീം കഴിക്കുമായിരുന്നു. അതിന് അവിടെ കുറേ കടകളൊക്കെ ഉണ്ടായിരുന്നു. ഇനി നമ്മൾ മെയിൻ സ്ഥലത്തേക്ക് പോവുകയായിരുന്നു. അവിടെ കുറേ പാർക്കുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഗൈസ്, അതൊക്കെ നമുക്ക് കാണാൻ പോകാം. ഞാനും എൻ്റെ അനിയനും ഒരു ചാടുന്ന സാൻഡിൽ കയറി. അതിൽ എൻ്റെ അനിയന് കയറാൻ വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. എൻ്റെ അനിയനെ തിരിച്ചിറങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു. അതൊക്കെ നമുക്ക് കാണാം.
കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. നല്ല രസമൊക്കെ ആയിരുന്നു. ഞാൻ ഡാൻസൊക്കെ കളിച്ചു. അതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ ചാനലിൽ ഇടുന്നതാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ ട്രെയിനിൽ കയറി. ഞാനും എൻ്റെ അനിയനുമാണ് കയറിയത്. ഇങ്ങനെ പോവുകയാണ്. അവിടെ ഒരു ഇറക്കമൊക്കെ ഉണ്ടായിരുന്നു. സൂന്ന് പറഞ്ഞ് പോവുകയായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. പരിപാടിയും കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോകുകയാണ് ഗൈസ്. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല രസമുണ്ടായിരുന്നു. ഇതെനിക്ക് മറക്കാൻ പറ്റത്തില്ല. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും എല്ലാം ചെയ്യാൻ മറക്കല്ലേ. ഇനി വരുന്നവരെ ബൈ ബൈ.